ബാക്ക് വാഷാണ് ഇളക്കി മറിച്ച് കാണുന്നത്. സീറ്റിംഗ് ആക്കുന്നതാണ് റിൻസ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് പ്യൂർ വാട്ടർ ആണ്, അതായത് ഫിൽട്ടർ വാട്ടർ ആണ്. ഇതിപ്പോ നമ്മള് ഇതിനകത്തൊന്ന് നോക്കും. ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മളിന്നുള്ള എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ്. എറണാകുളം ഡിസ്ട്രിക്റ്റിൽ കരോട്ടുകര എന്ന് പറഞ്ഞ സ്ഥലത്താണ്, അതായത് പുത്തമ്പരിക്ക പഞ്ചായത്തിലാണ് വരുന്നത്. വന്നിരിക്കുന്ന ഉദ്ദേശം നമ്മൾ ഒരു വാട്ടർ പ്യൂരിഫയറും അതേപോലെ തന്നെ ഒരു വെസൽ ഫിൽട്രേഷനും ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രണ്ട് വർക്കും ഒറ്റൊരു വീഡിയോയിലാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ചെറിയ വീഡിയോ ആണ്, നിങ്ങൾ അത് സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. നമ്മളിവിടെ വന്നേക്കുമ്പോൾ വെള്ളത്തിന്റെ റിപ്പോർട്ട് നമുക്ക് കസ്റ്റമർ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. വെള്ളത്തിൽ ഈക്കോളിയും കോളിഫോം ബാക്ടീരിയ ഉണ്ട്, ചെറിയ രീതിയിൽ അയണിന്റെ സാന്നിധ്യമുണ്ട്, അതുകൂടാണ്ട് pH ലെവൽ വളരെ ലോ ആണ്. അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളാണ്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് മാറ്റിയെടുക്കേണ്ടത്. അപ്പൊ ആദ്യം ഇവിടെ ആവശ്യമുള്ളത് പ്യൂരിഫയർ ആണ്, വാട്ടർ പ്യൂരിഫയർ. നമുക്ക് അതാണ് ആദ്യം പിടിപ്പിക്കേണ്ടത് കിച്ചണിൽ. അക്വാജേഡിന്റെ 11 ലിറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ഒരു വാട്ടർ പ്യൂരിഫയർ ആണ് നമ്മളിവിടെ ഫിക്സ് ചെയ്യുന്നത്, ആറോ വാട്ടർ പ്യൂരിഫയർ. അതുകൂടാണ്ട് 1354 ടാറ്റയുടെ വെസലാണ് നമ്മൾ മേലെ പിടിപ്പിക്കുന്നത്. അതെല്ലാം നിങ്ങൾ വഴിയെ കാണിച്ചു തരാം. എപ്പോഴും പറയുന്നവരെ, അപ്പൊ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കേണ്ട. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ നമുക്ക് അകത്തോട്ട് പോയിട്ട് വാട്ടർ പ്യൂരിഫയറിന്റെ ഇൻസ്റ്റാളേഷൻ ഡീറ്റെയിൽസ് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ വെൽമോണ്ട് വാട്ടർ സൊല്യൂഷന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നേരിട്ട് നമുക്ക് നമ്മുടെ വീടിനകത്ത് പോകാം. ബൈ. നമ്മൾ യൂണിറ്റ് വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന സ്ഥലം ഇവിടെയാണ് കേട്ടോ. അപ്പോൾ വേഗം നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളുടെ യൂണിറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇത് ആൽക്കലൈൻ ഫിൽറ്ററാണ് കേട്ടോ, pH കൂട്ടാനായിട്ട്. ആൽക്കലൈൻ ഫിൽറ്റർ ഇട്ടതിന് ശേഷം നമ്മുടെ pH നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓൾറെഡി നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ആൽക്കലൈനിലേക്ക് കൺവേർട്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സൊല്യൂഷൻ വെച്ചിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ pH നിങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പം നീല കളറിലേക്ക്, അതായത് ബ്ലൂ കളറിലേക്ക് അതിൻ്റെ കളർ കോഡ് മാറിയിട്ടുണ്ട്, അതായത് കൺവേർട്ട് ആയിട്ടുണ്ട്, നമ്മുടെ ആൽക്കലൈനിലേക്ക് കൺവേർട്ട് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ വാട്ടർ പ്യൂരിഫയറിന്റെ ഇൻസ്റ്റാളേഷൻ അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 11 ലിറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള അക്വാജേഡാണ് നമ്മളോട് പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് വർക്കിംഗ് ആണ്. അപ്പോൾ വെള്ളത്തിന്റെ ക്വാളിറ്റിയാണ് നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു, എക്സലന്റ് ക്വാളിറ്റിയാണ്. അപ്പോൾ ഇപ്പൊ നമുക്ക് റിവ്യൂ തരാനായിട്ട് ഇവിടെ കസ്റ്റമർ ഇല്ല, കസ്റ്റമർ പുറത്ത് വയ്ക്കുന്നു. അപ്പോൾ ബാക്കി നമ്മുടെ pH-ഉം TDS-ഉം എല്ലാം നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എക്സലന്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അടുത്തത് നമ്മുടെ ഫിൽട്രേഷൻ സിസ്റ്റം ആണ് ഇനി നമ്മുടെ ടെറസിന്റെ മേലെ നമുക്ക് പിടിപ്പിക്കാനുള്ളത്. അപ്പൊ ഇവിടുന്ന് നമുക്ക് മേലെയാണ് വർക്ക് ഉള്ളത്. ഇവിടുത്തെ വർക്ക് കഴിഞ്ഞ് കിച്ചണില്ല. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ വർക്കുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടുക. അതേപോലെ നമ്മുടെ വർക്ക് ഇഷ്ടപ്പെട്ട ഞങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ നേരെ നമുക്ക് ടെറസിന്റെ മേലെ പോകാം. വെസൽ ഫിൽട്രേഷൻ അവിടെ കാണാം. ബൈ. ഹായ് സുഹൃത്തുക്കളെ, അപ്പൊ നമ്മൾ മേലെ എത്തിയേക്കണ്ട, നമ്മൾ ടെറസിന്റെ മേലെ എത്തിക്കാണ് വെസൽ പിടിപ്പിക്കാനായിട്ട്. വെസൽ പിടിപ്പിക്കേണ്ട ഏരിയ ഇവിടെയാണ്. അപ്പൊ 1354 ടാറ്റയുടെ വെസലാണ് നമ്മളോട് പിടിപ്പിക്കുന്നത്. 40 MB ഭാരത് കപ്ലറിന്റെ വാൽവാണ്, MTV ആണ് നമ്മൾ ഇടുന്നത്.
അപ്പൊ നമ്മൾ വെസലിന് ശേഷം നമ്മൾ ഇവിടെ ഒരു ജംബോ ഫിൽറ്റർ കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇവിടെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രശ്നമല്ല, ഇവിടുത്തെ സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രഷർ പമ്പിലാണ് ഒക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ടാങ്കിൽ നിന്ന് വരുന്ന ലൈൻ നേരിട്ട് നമ്മൾ ഇവിടം വരെ എത്തിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നേരെ വെസലിലേക്ക് പോയിട്ട് വെസലിന്റെ ഔട്ടിൽ നമ്മൾ ഒരു ജംബോ ഫിൽറ്റർ ഇവിടെ കൊടുക്കും. ജംബോ ഫിൽറ്റർ ഇവിടെ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം അതാണ് നമുക്ക് പിടിപ്പിക്കേണ്ടത്. ജംബോ ഫിൽറ്ററിന് ശേഷം വരുന്ന ഔട്ട് വന്നിട്ട് നമ്മുടെ ഈ ഒരു ലൈനിൽ വന്ന് ലൂപ്പ് ആവും. അങ്ങനെ ഇവിടുത്തെ സിസ്റ്റം. കാരണം പ്രഷർ കൂടുതലുള്ളതിന്റെ പേരിൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് കയറി ലൈനിൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഒരു ജംബോ ഫിൽറ്റർ 5 മൈക്രോണിന്റെ ഒരു സ്പൺ ഫിൽട്രേഷൻ ആയിരിക്കുള്ളൂ ജംബോ. അത് കംപ്ലീറ്റ് അത് പിടിച്ചോളും. അപ്പൊ അതിനുവേണ്ടിയാണ് ഒരു അഡീഷണൽ പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ജംബോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ മീഡിയാസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. കാർബൺ ഉണ്ട്, കാറ്റലോഗ്സ് ഉണ്ട്, MnO2 ഉണ്ട്, പിന്നെ ബാക്കി സപ്പോർട്ടിംഗ് മീഡിയാസ് ഒക്കെ ഉണ്ട്. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ വർക്ക് അങ്ങോട്ട് വേഗം തുടങ്ങാം. നമുക്ക് ഒട്ടും സമയമില്ല, പെട്ടെന്ന് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ നേരെ നമുക്ക് ഇൻസ്റ്റാളേഷനിലേക്ക് പോകാം. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളുടെ വെസൽ ഫിൽട്രേഷൻ ഇവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഇതിന്റെ ബാക്ക് വാഷ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഘട്ടം. ഇത് നമുക്ക് ആദ്യം ബാക്ക് വാഷ് ചെയ്യാം. ബാക്ക് വാഷ് മോഡൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. നമുക്ക് വാൽവ് തുറന്നിട്ട് പ്രഷർ ബാക്ക് വാഷ് ആണ്. അപ്പൊ അത് മോട്ടറിന്റെ ലൈനായിട്ട് കണക്റ്റഡ് ആണ്. കിച്ചണിലേക്ക് പോകുന്ന ടാങ്കിൽ നിന്നുള്ള ലൈനാണ് അത്. അപ്പോൾ ടെമ്പററി ആയിട്ട് ഇപ്പൊ നമ്മൾ നിലത്താണ് കൊടുത്തിരിക്കുന്നത്. അത് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഈ പറഞ്ഞ പോലെ ഹോസായിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് പ്രഷർ ബാക്ക് വാഷ് ചെയ്യാം. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ വെസൽ ഫിൽട്രേഷന്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. നമ്മൾ ബാക്ക് വാഷും കഴിഞ്ഞു. നമ്മളുടെ സ്പൺ ജംബോന്റെ 20 സ്പൺ ഫിൽട്രേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു.
ഇതിന്റെ പ്രൊഡക്റ്റ് ക്വാളിറ്റിയിലാണ് നമ്മൾ നോക്കിയായിരുന്നു, എക്സലന്റ് ക്വാളിറ്റിയാണ്. അപ്പൊ അതൊക്കെ ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വഴിയെ. ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. വെസൽ ഫിൽട്രേഷന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എങ്ങനെ വെച്ചാൽ നമ്മുടെ ഗ്രാവിറ്റി ഫിൽട്രേഷൻ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അതായത് ഈ കാണുന്ന മേലെ കാണുന്നത് നമ്മുടെ സ്റ്റോറേജ് ടാങ്ക് ആണ്, അതായത് റോ വാട്ടർ ടാങ്ക്. അവിടെ നിന്ന് നേരിട്ട് നമ്മളുടെ അതായത് ഇവിടെ ഒരു മോട്ടർ സിസ്റ്റം ആണ് ഇവിടെ ആക്ച്വലി. അതായത് പ്രഷർ പമ്പ് വെച്ചിട്ടാണ് ഇവിടെ മൊത്തം സപ്ലൈ. അപ്പൊ പ്രഷർ പമ്പിലേക്ക് കയറുന്നതിന് മുന്നേ നമ്മൾ ടീ കണക്ഷൻ ഇട്ട് അവിടെ നേരെ ഇങ്ങോട്ട് ലൈനെ കൊണ്ടുവന്നിട്ട് നേരെ നമ്മുടെ വെസലിൽ വന്ന് കയറുന്നു. എന്നിട്ട് വെസൽ ഫിൽട്രേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ഒരു 20 ഇഞ്ച് 5 മൈക്രോൺ ഒരു ജംബോ ഫിൽറ്റർ വഴി കയറി ഇറങ്ങി തിരിച്ച് വീണ്ടും നമ്മളുടെ മോട്ടറിന്റെ ആ സെക്ഷൻ ലൈനിൽ തന്നെ പോയിട്ട് ലൂപ്പ് ആവുകയാണ്. അപ്പൊ ഇൻ ബിറ്റ്വീൻ ഒരു വാൾവ് ഇട്ടാണ് ഇപ്പൊ നിലവിൽ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ നമ്മളുടെ നോർമലൈസ് ആകുമ്പോൾ നമ്മുടെ സിസ്റ്റം ഇപ്പോൾ ഓൾമോസ്റ്റ് കഴിഞ്ഞ് വർക്ക് നോർമലൈസ് ആയി കഴിയുമ്പോൾ നമ്മൾ ഡിസ്ചാർജ് വാൽവ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ അതായത് മോട്ടറിന് മുന്നുള്ള ലൈനിൽ കൂടി, അതായത് ഞാൻ ആദ്യമേ കാണിച്ചിരുന്ന ലൈനിൽ കൂടി ആയിരിക്കും കംപ്ലീറ്റ് വെള്ളത്തിന്റെ ഇൻടേക്ക്. അത് വെസൽ വഴി കയറി ഇറങ്ങി ഫിൽറ്റർ വാട്ടർ ആയിട്ടാണ് തിരിച്ച് നമ്മളുടെ മോട്ടറിലേക്ക് ചെല്ലുന്നത്. പിന്നെ അവിടെ നിന്ന് മോട്ടറിൽ നിന്ന് പ്രഷറൈസ്ഡ് ആയിട്ടാണ് പിന്നെ നമുക്ക് കംപ്ലീറ്റ് സപ്ലൈ. അതാണ് ഇവിടുത്തെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അപ്പൊ ഇവിടെ ചെയ്തിരിക്കുന്ന മൾട്ടിമീഡിയ ആണ്. നമ്മുടെ എല്ലാ മീഡിയയും ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് കാറ്റലോഗ്സ്, കാർബൺ, എംഎൻഒ അങ്ങനെയുള്ള എല്ലാ മീഡിയാസും ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അപ്പൊ ചോദിക്കും നമ്മളുടെ ഈ 20 ഇഞ്ചിന്റെ ജംബോ സ്പൺ എന്തിനാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഇവിടെ പ്രഷറിന്റെ കുറച്ച് ഇഷ്യൂ ഉള്ളതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു ഇമ്പ്യൂരിറ്റീസ് കയറി വന്ന് ലൈനിലേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഒരു അഡീഷണൽ ആയിട്ടുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്. 20 ഇഞ്ചിന്റെ 5 മൈക്രോണിന്റെ ഒരു ജംബോ സ്ട്രിപ്പ്. അപ്പൊ എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലുള്ള ഇമ്പ്യൂരിറ്റീസ് പറയുകയാണെങ്കിൽ തന്നെ ഇവിടെ അത് ഹോൾഡ് ആയിക്കോളും. നമ്മുടെ കസ്റ്റമറോട് വന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തോട് ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഒന്ന് വിശദീകരിച്ചു കൊടുക്കാം. ഈ വാൾവിന് മുന്നോട്ട് ഈ കണക്ഷൻ എടുത്തിട്ട് ലൈൻ അങ്ങോട്ട് പോയിന്. ആ ലൈൻ നേരെ കയറി വെസലിൽ കയറിയിട്ട് വെസലിന്റെ ഔട്ട് ഇങ്ങനെ വരും. ഇത് പിടിച്ചു വെച്ചിരിക്കുന്ന നിലവിൽ ഇത് നമ്മളുടെ എല്ലാം നോർമലൈസ് ആയി കഴിയുമ്പോൾ തുറന്നു കഴിയുമ്പോൾ ഇതായിരിക്കും പമ്പിന്റെ സെക്ഷൻ. അപ്പൊ ഈ വാൽവ് അടയ്ക്കും. കാരണം ആ വഴിയാണ് പോകുന്നത്. ഈ വാൽവ് വഴിയായിട്ടാണ് കയറുന്നത്. ഈ വാൽവ് ഇങ്ങനെ കയറിയിട്ട് ഡിസ്ചാർജ് ഇങ്ങനെ നിലവിൽ ഇപ്പൊ ഓപ്പൺ ആണ്. അത് അടയ്ക്കും ആവശ്യം കഴിയുമ്പോൾ. അതിനുശേഷം ഫിൽറ്റർ വാട്ടർ നേരെ പുറത്തേക്ക് വരും. പുറത്തേക്ക് വന്നിട്ട് നമ്മൾ അഡീഷണൽ കൊടുത്തിരിക്കുന്ന ജംബോ ഫിൽറ്റർ ഇതാണ്. 5 മൈക്രോണിന്റെ ജംബോ ഫിൽറ്റർ 20 ഇഞ്ചിന്റെ. ഇത് വഴി കയറിയിട്ട് നേരെ അങ്ങോട്ട് പോയിരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ മൊത്തം പ്രഷറിലായിരിക്കും, അതായത് ഗ്രാവിറ്റി ടാങ്കിൽ നിന്ന് വരുന്ന പ്രഷറിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത് പമ്പായിട്ട് ബന്ധമില്ല. ഇതിന്റെ മുട്ടിൽ വരുന്ന ലൈനാണ് പമ്പിന്റെ സെക്ഷൻ. ആണ് പുറത്തേക്ക് പോകുള്ളൂ. പമ്പിന്റെ സെക്ഷനാണ് ചെല്ലുന്നത്. അപ്പൊ അത് കാരണം നമുക്ക് പ്രശ്നമില്ല. നമുക്ക് പമ്പ് വലിച്ചത് പ്രഷർ ബൂസ്റ്റ് ചെയ്തോളൂ. പിന്നെ ഇവിടെ ഇത് കൊടുത്തിരിക്കുന്ന ഒരു നമുക്കൊരു സാമ്പിൾ വാൽവായിട്ടാണ്. നമുക്ക് എന്തെങ്കിലും കാരണവശാലും നമുക്കൊരു സാമ്പിൾ പ്രഷർ ഇതിന്റെ എടുക്കണമെങ്കിൽ അറിയാൻ വേണ്ടിട്ട് അതുകൊണ്ട് കൊടുത്തേക്കണം. അത് ഞാൻ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നോർമലി ഇത് വീക്കിലി വൺസ് നമുക്ക് ബാക്ക് വാഷ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അതായത് കെട്ടിക്കിടക്കുന്ന അഴുക്കിനെ പുറത്തേക്ക് കളയുന്ന പരിപാടി. അപ്പൊ നമുക്ക് 3 മോഡാണ് ഉള്ളത്. ബാക്ക് വാഷ് മോഡ്, റിൻസ് മോഡ്, ഫിൽട്ടർ മോഡ്. ഈ ഫിൽട്ടർ മോഡിൽ ഇട്ടാൽ മാത്രമേ നമുക്ക് വെള്ളം പ്രൊഡക്റ്റ് കിട്ടത്തുള്ളൂ. ഇപ്പൊ ബാക്ക് വാഷ് ചെയ്യാൻ നേരത്തെ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ വാൽവ് എപ്പോഴും ഓപ്പൺ ആയിരിക്കുള്ളൂ. നമ്മൾ ചെയ്യേണ്ടത് ഈ വാൽവ് അടയ്ക്കണം. അതിപ്പോ നിലവിൽ അടഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ ബാക്ക് വാഷ് കാണിച്ചു തരാം. ഔട്ട്ലെറ്റ് വാൽവ് ഇത് നേരെ പ്രസ് ചെയ്തിട്ട് നേരെ ബാക്ക് വാഷ് മോഡിലേക്ക് തിരിച്ച് കൊണ്ടുവന്നിടാം. ഈ ഇന്നർ ലൈനിലിടാം. അപ്പൊ അവിടെ വെള്ളം പോകും. എന്നിട്ട് ഈ സാമ്പിൾ വാൽവ് തുറന്നു വെച്ചേക്കണം. എന്തെങ്കിലും ഒരു കാരണവശാലും ഒരു എന്തെങ്കിലും എക്സസ് ആയിട്ട് എന്തെങ്കിലും ലൈനിലേക്ക് കയറുകയാണെങ്കിൽ അത് ഫ്ലഷ് ഔട്ട് ആയിക്കോളൂ. ലൈനിലേക്ക് പോകില്ല. അവിടെ അതിലെ പോകും. നമ്മള് വീക്ക്ലി വൺസ്. അതായത് കുഴപ്പമില്ല. ഇത് സമ്മർ ആകുമ്പോൾ വീക്കിലി അറ്റ്ലീസ്റ്റ് വൺസ് ചെയ്യണം. അതായത് മാർച്ച് ഏപ്രിൽ മെയിലാണ് കൂടുതൽ അഴുക്കിന്റെ സാന്നിധ്യം കാണിക്കുന്നത്. അത് അറിയാലോ. പറയാം. അപ്പൊ നമ്മൾ ബാക്ക് വാഷ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്ക് വാഷിനകത്ത് നമുക്ക് നോക്കണം അഴുക്ക് പോകുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഇപ്പൊ അത് ക്ലീൻ ആയി കഴിഞ്ഞാൽ ഉദാഹരണത്തിന് 10 മിനിറ്റ് ആണ് നമ്മൾ ബാക്ക് വാഷ് ചെയ്യണമെങ്കിൽ ബാക്ക് വാഷ് ചെയ്യണതിന് നേർപകുതി സമയം റിൻസിലേക്ക് കൊടുക്കണം. അതായത് ബാക്ക് വാഷ് നമ്മൾ ഇളക്കി മറിച്ച് അഴുക്കിനെ കളയുന്ന പരിപാടിയാണ്. ഈ ഇളക്കി മറിച്ചിരിക്കുന്ന ബെഡിന്റെ സീറ്റിംഗ് ആക്കാനുള്ള പരിപാടിയാണ് റിൻസ്. അപ്പൊ നമ്മൾ ബാക്ക് വാഷ് 10 മിനിറ്റ് ആണ് ഉദാഹരണത്തിന് ചെയ്തേക്കണമെങ്കിൽ നേർപകുതി സമയം റിൻസിലേക്ക് ഇടാം. പ്രസ് ചെയ്ത് നേരെ നമ്മളുടെ റിൻസിലേക്ക് ഇടാം. അപ്പൊ ഓരോ മോഡ് മാറുമ്പോഴും എക്സസ് ആയിട്ട് വന്ന വെള്ളം കണ്ട അതാണ് പൊക്കോളും. അപ്പൊ 10 മിനിറ്റ് ശരിക്കും എത്ര ബാക്ക് വാഷ് ചെയ്യണം? എത്ര മിനിറ്റ് ചെയ്യണം? അഴുക്ക് പോകണം. ഡിപ്പെൻസ് ഓൺ അഴുക്കിന്റെ ബാക്ക് വാഷ് ഓഫ് ചെയ്യാം. നേരെ പകുതി ടൈം റിൻസിലിടാം. അത് റിൻസ് കഴിഞ്ഞ് കഴിയുമ്പോ നമുക്ക് നേരെ പ്രസ് ചെയ്ത് ഫിൽറ്റർ മോഡിലേക്ക് ഇടാം. അപ്പൊ നമുക്ക് വെള്ളം പ്രൊഡക്റ്റ് വന്നു കൊടുക്കും. പിന്നെ ബാക്ക് വാഷ് ചെയ്യണ്ട. ഈ സീറ്റിംഗ് ആക്കുന്നതാണ് റിൻസ്. ബാക്ക് വാഷാണ് ഇളക്കി മറിച്ച് കാണുന്നത്. സീറ്റിംഗ് ആക്കുന്നതാണ് റിൻസ്.
അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് പ്യൂർ വാട്ടർ ആണ്, അതായത് ഫിൽട്ടർ വാട്ടർ ആണ്. ഇതിപ്പോ നമ്മള് ഇതിനകത്തൊന്ന് നോക്കും. എന്തോ ഇല്ല, ഇതിനകത്ത് ബാക്ടീരിയ പോവില്ല. ബാക്ടീരിയ ഉണ്ടെങ്കിൽ ബാക്ടീരിയ പോകാനുള്ള സാധനം ഇതിനകത്ത് ഫിസിക്കൽ ഇമ്പ്യൂരിറ്റീസ്, സെഡിമെന്റ്സ്, അയണിന്റെ സാന്നിധ്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഓയിൽ കണ്ടന്റ്, സ്മെല്ല്, ഇതൊക്കെ പോകാനാണ് നമ്മൾ ഈ ഒരു സംഭവം ഇട്ടേക്കണത്, മൾട്ടിമീഡിയ ഇട്ടേക്കണത്. അപ്പൊ അത് മാറിയിട്ടുണ്ട്, ക്ലിയർ വാട്ടർ ആണ് നമ്മളുടെ. ഇത് നമ്മൾ കിച്ചണിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് കിച്ചണിൽ വന്നത് പ്യൂർ നമ്മളുടെ പ്യൂരിഫൈഡ് വാട്ടർ ആണ്. ഇത് ഫിൽട്ടർ വാട്ടർ. അപ്പോ നിങ്ങൾക്കും ഇതുപോലെ തന്നെ വർക്കൗട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടുക. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും വീഡിയോയിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ.